ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ സ്കിൻ കെയർ വീഡിയോ കേട്ടോ, നൈറ്റ് സ്കിൻ കെയർ വീഡിയോ കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അത്ര വലിയ കാര്യമായിട്ടുള്ള പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ചെറിയൊരു സ്കിൻ കെയർ വീഡിയോ കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സെറ്റാക്കി വന്നേക്കുവാണ്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം കൂടിയിരിക്കുമ്പോഴാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഇന്നലെ ഷാമ്പു ഒക്കെ ഇട്ട് സെറ്റാക്കിയായിരുന്നു, അപ്പം അതെല്ലാം മുടിയപ്പം നല്ലോണം പറന്നിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നല്ലോണം എണ്ണയൊക്കെ തേച്ച് ഷാമ്പു വാഷൊക്കെ ഇട്ടിട്ട് സെറ്റായി വന്നേക്കുകയാണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് മുഖം നല്ലോണം വാഷ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് വലിയ സ്കിൻ കെയർ നിങ്ങൾ എടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നൈറ്റ് സ്കിൻ കെയർ അങ്ങനെ സ്കിൻ കെയറിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, അല്ലെങ്കിൽ നോക്കുന്നില്ലാത്ത ഒരാളാണെങ്കിൽ, മടിയുള്ളവരാണെങ്കിൽ മെയിനായിട്ടും കിടക്കുന്നതിന് മുമ്പ് മുഖം വാഷ് ചെയ്തിട്ട് മാത്രം കിടക്കുക. വാഷ് ചെയ്യുന്നത് വലിയ പണിയൊന്നുമല്ലല്ലോ. സോ അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് മുഖം നല്ലോണം വാഷ് ചെയ്തിട്ട്, നല്ലൊരു ഫേസ് വാഷ് ഇട്ട് മുഖം നല്ലോണം വാഷ് ചെയ്തിട്ട് കിടക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുഖത്ത് ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് വന്നേക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി വന്നേക്കാണ്. സോ നിങ്ങൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം നല്ലോണം വാഷ് ചെയ്യുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു സിറം അപ്ലൈ ചെയ്യുക മുഖത്ത്. എൻ്റെ മുഖം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് നല്ലോണം ഡാർക്ക് സ്പോട്ടും പിമ്പിൾസും കുരുക്കളും എല്ലാം ഉണ്ട്, ഒരുമാതിരിക്കും. സോ അതെല്ലാം കളയാൻ വേണ്ടിയിട്ട് നല്ലൊരു സിറം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2% കോജിക് ആസിഡ് ഫേസ് സിറമാണ്. ഇത് വേണ്ടിപ്പം തീരാറായി കാണുന്നുണ്ടോ? ഇത് കിടക്കുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്യും കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഉടനടി നമ്മൾ കിടക്കരുത്, കാരണം നമ്മൾ കിടന്നുറങ്ങുമ്പോഴത്തേക്കിനും ഇത് കട്ടിലിലെ ബെഡ്ഷീറ്റിലും അതിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ മറിഞ്ഞും തിരിഞ്ഞൊക്കെയല്ലേ കിടക്കുന്നത്. സോ ഇത് യൂസ് ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സിന് ശേഷം മാത്രം കിടന്നുറങ്ങും. അതിപ്പോൾ ഏതൊരു മുഖത്ത് എന്തൊരു കാര്യം അപ്ലൈ ചെയ്താലും നമ്മൾ ഉടനടി പോയി കിടന്നുറങ്ങരുത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിതാദ്യം അപ്ലൈ ചെയ്യട്ടെ. ഒക്കെ അപ്ലൈ ചെയ്തു, മുഖം ഒന്ന് ഫ്രീ ആക്കി വിടുകയാണ്, അതൊന്ന് അബ്സോർവ് ചെയ്യണം ഫേസിലേക്ക്. സോ അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സംഭവം. ഇതുണ്ടല്ലോ എൻ്റെ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ഇത് നിങ്ങൾക്ക് ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും നല്ലൊരു ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാട്ടോ. നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ട് വരും. ഇത് ഞാൻ എപ്പോഴും ഒരു സ്ട്രിപ്പ് വാങ്ങിച്ച് വെക്കലുണ്ട്. മുഖത്തും തേക്കാം, മുടിയിലും തേക്കാം. സോ ഇതിൻ്റെ ഒരു പാക്കേജ് വരുന്നത് ഇങ്ങനെയാണ്, കണ്ടോ. ഇതറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്, മിക്കവരും ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഞാനൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് കുത്തും. അപ്പം അതിൽ നിന്ന് കണ്ടോ ഇങ്ങനെ സാധനം വരും. അതിൻ്റെ ജെല്ലി വന്നിട്ട് നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊരു തിക്ക് എന്ന് പറയുന്ന ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണുള്ളത്. അപ്പം മുഖത്ത് ഭയങ്കര ഒരുമാതിരി വലിയുന്നവ നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഞാൻ മാക്സിമം യൂസ് ആക്കലുണ്ട് കേട്ടോ. ഇതൊന്ന് തേച്ച് കൊടുക്കുക. നല്ല ഇപ്പം തന്നെ മുഖത്തൊരു ഇത് കണ്ടില്ലേ, ഒരു ഗ്ലോയി എഫക്റ്റ് വന്നാണ്ട. സോ ഇതിൻ്റെ ബാക്കി നമ്മൾ എടുത്തിട്ട് തലമുടിയിലും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല മുടിയൊക്കെ നല്ലോണം വളരാനും മുഖത്തെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിളും ഒക്കെ പോകാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ്. സോ അപ്പം അതിനകത്തെ സാധനമെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കളയാം. ഓക്കെ. സോ ഗൈസ്, അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ മെയിൻ പരിപാടി ഇത് രണ്ടും ചെയ്യുക എന്നതാണ്. ഇനി ഇതൊന്ന് മുഖത്തിരുന്ന് നല്ലോണം ഒന്ന് അബ്സോർവ് ചെയ്ത് ഒന്ന് ഉണങ്ങി വരണം, എന്നിട്ടേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്. സോ ഒന്ന് അബ്സോർവ് ആയി ഒന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ. ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ മുടിയൊക്കെ നല്ലോണം ഉണങ്ങി.
അപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ്. നമ്മൾ മുമ്പേ വന്നത് കുളി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതല്ലേ ഞാൻ കാണിച്ചത്. ഇനി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള ചെറിയ 2-3 കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹെയർ നല്ലോണം ഒന്നെങ്കിൽ ചീകി വൃത്തിയാക്കി 2ആയിട്ട് പിന്നിടുക, അല്ലെങ്കിൽ ബുഷ് ചെയ്തിട്ട് ബണ്ണിട്ടിട്ട് ഇവിടെ നമ്മളിതിനെ കെട്ടി വെക്കും. ഞാൻ എപ്പോഴും ബണ്ണിട്ടിട്ട് ഇവിടെ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് മുടി ചെയ്യാൻ ഭയങ്കര മടിയാണ്. സോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യും. അതിന് പകരം നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മുടി നല്ലോണം ചെട കളഞ്ഞ് കൊടുക്കണം. ഇതെനിക്കൊന്ന് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്. നല്ലൊരു ഇതാണ്. കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഹെയറിലേക്കുള്ളത് നല്ലോണം കൂടുകയും മുടി നല്ലോണം ഗ്രോത്ത് വെക്കാനും സഹായിക്കും. ഈ ഒരു മെത്തേഡിൽ മുടി നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് നമുക്ക് മുടി ഇങ്ങനെ ഇതുപോലെ എടുത്ത് ഞാൻ ബൺ ചെയ്ത് വെക്കും കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്. എനിക്ക് മുടി ഇങ്ങനെ അഴിച്ചിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല എന്നല്ല, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കരുത്. കാരണം മുടി നമ്മുടെ ബെഡിലൊക്കെ ഉരഞ്ഞ് അത് പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം മുടിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു നൈറ്റ് ക്രീമും കൂടി മുഖത്ത് അപ്ലൈ ചെയ്യും. അത്രയും കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പരിപാടി ഇവിടെ പര്യവസാനിക്കുകയാണ് ഗൈസ്. സോ നമുക്ക് ആ ഒരു ക്രീമും കൂടി അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. മെയിനായിട്ടും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞതനുസരിച്ച് മുഖം വാഷ് ചെയ്തിട്ട് കിടക്കാൻ നോക്കും. ഇതൊക്കെ ചെയ്യാൻ നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് മടി വരും. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ നല്ല മടിയാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മെയിനായിട്ട് ചെയ്യുന്നത് എൻ്റെ മുഖത്തിപ്പോൾ നല്ലോണം കുരുക്കളും ഡാർക്ക് സർക്കിളും സ്പോട്ട്സും എല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്കിൻ കെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ മാക്സിമം സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരായിരിക്കും, എന്നാൽ കൂടി പ്രോപ്പറായിട്ടൊരു നല്ല SPF ഉള്ള ഒരു സൺസ്ക്രീം എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യുക. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.